എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ സ്റ്റാർ ഫ്രൂട്ട് മരത്തിന്റെ അടുത്താണ്. അപ്പൊ സ്റ്റാർ ഫ്രൂട്ടിനെ ചതുരപ്പുളി, നക്ഷത്രപ്പുളി, ക്യാരംബള, വൈരംപുളി എന്ന പല പേരുകളിലൊക്കെ അറിയപ്പെടും. പല സ്ഥലത്തും പല പേരാണ് ഇതിന് അറിയപ്പെടണത്. അപ്പൊ ഇതിനൊരു പുളി കലർന്ന മധുരമാണ്. പിന്നെ രണ്ട് തരത്തിലുള്ള സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. നല്ല പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടും ഉണ്ട്, മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടും ഉണ്ട്. അപ്പൊ ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് ഞാൻ കുരുപാകി മുളപ്പിച്ച തൈ നട്ടതാണ്. ഒരു 3 വർഷം മുമ്പാണ് ഈ തൈ നട്ടത്. 2ാം വർഷം തുടങ്ങി ഇത് കായ്ച്ചു തുടങ്ങി. പെട്ടെന്ന് തന്നെ വളർന്ന ഒരു മരമുണ്ട് ഇത്. കണ്ട, ഇത് മരത്തിന് നല്ല തടി വെച്ചേക്കണ്ടില്ലേ. ഞാനിത് ആദ്യം ഇങ്ങനെ വളർന്നു വന്നപ്പോ ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് 2ാമത് ഇതിന്ന് ചെനപ്പ് വന്നിട്ടാണ് ഇത് വളർന്നേക്കണത്. ഇതിന് തണല് മതിയേട്ടാ, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും വേണമെന്നില്ല. ഞാനൊരു പ്ലാവിന്റെ ചുവട്ടിലാണ് ഈ തൈ നട്ടേക്കണത്. കണ്ട, അപ്പൊ ഞാനൊരു 2-3 മരം നട്ടിട്ടുണ്ട്. ആ മരം നിറച്ച് കായ്ച്ചിട്ടുണ്ട്. കണ്ട, നിറച്ച് പുളിയാണ്. നല്ല മഞ്ഞ കളറാണ് ഇത് പഴുത്ത് കഴിഞ്ഞാല്. പച്ചനെ ഒരു ഇളം പച്ച കളറിലാണ്. നമുക്ക് പച്ചനയും കഴിക്കാട്ടാ. പച്ചനയും ഇതിന് കഴിച്ചു കഴിഞ്ഞാൽ, ഈ പുളിക്ക് പച്ചന കഴിച്ചാലും മധുരമുള്ള പുളി തന്നെയാണ്. പഴുത്ത് കഴിഞ്ഞാലും നല്ല മധുരമുള്ള. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടാ. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, അതേപോലെ ജാമൊക്കെ ഉണ്ടാക്കാം ഈ പുളി വെച്ചിട്ട്. പിന്നെ അച്ചാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളി. നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പൊ നമുക്കെന്ന് പറയാൻ ഒരു നല്ലൊരു തണൽ വൃക്ഷമായിട്ടും നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. കണ്ട, ഇതിന്റെ അടിയിൽ നിൽക്കുമ്പോ തന്നെ നല്ലൊരു കൂളിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പടർന്ന് പന്തലിച്ച് വളരണ ഒരു മരമാണ് കേട്ടോ ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല്. അപ്പൊ നിറച്ചിലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ ഇലകളും. ഇതിന്റെ കായ ഉണ്ടായി കിടക്കണവും ഭംഗിയാണ്. നല്ല സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ കണ്ട, വെയിൽ ഉദിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ്. ഈ കായ ഇങ്ങനെ കാറ്റ് കൊലകളായിട്ടാണ് കായകൾ ഉണ്ടാവണത്. ഇത് ഒട്ടും തന്നെ കായകളുടെ നെറ്റിക്ക് ഒട്ടും തന്നെ ഉറപ്പൊന്നും കേട്ടോ. നമ്മ തൊട്ടാൽ തന്നെ പോരും താഴേക്ക്. അപ്പൊ ഇത് പറിക്കാനൊന്നും ഒരു പ്രയാസമില്ല. നമുക്ക് മരം പിടിച്ച് കുലുക്കി കഴിഞ്ഞാലും ഇതെല്ലാം താഴേക്ക് നമുക്ക് വീണ് കിട്ടും. പിന്നെ പഴുത്ത് കഴിഞ്ഞാലും ഇത് വീണ് കിട്ടും. പിന്നെ കിളികളുടെ ശല്യമൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. പഴുത്ത് കഴിഞ്ഞാല് കുറെയൊക്കെ കിളികളൊക്കെ കഴിക്കും. എന്നാലും ഇത് നിറച്ച് കായ്ക്കും, നിറച്ച് പൂവും ആയിരിക്കുള്ളൂ. ഈ സമയത്താണ് ഇത് കൂടുതലായിട്ട് കായ ഉണ്ടാവുന്നത്. എന്നാലും ഈ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടും എപ്പോഴും ഇടക്കിടക്ക് കായ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടാ. ഇപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ഇതിന്റെ ഗ്രാഫ്റ്റ് ചെയ്തതും അതേപോലെ ലെയർ ചെയ്ത തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെന്ന് പറഞ്ഞാല് നമ്മ വച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല മധുരമുള്ള, അതും മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടിന്റെ തൈകളാണ് നമുക്ക് മേടിക്കാൻ കിട്ടണത്. ഇപ്പൊ എല്ലാവരും വെക്കണത് ഈ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടിന്റെ തൈയാണ്. കാരണം നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാല. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയൊക്കെ കഴിക്കാനൊക്കെ നല്ലതായതുകൊണ്ട് എല്ലാവരും ഇപ്പം പഞ്ചസാര നമുക്ക് ഇട്ട് കഴിക്കേണ്ടി വരില്ല. കാരണം നമുക്കിത് പച്ചനെ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ നല്ല മധുരമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് എല്ലാവരും വെക്കണത്. ഇതിന്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പിങ്ക് കളറിലെ പൂക്കളാണ്. നിറച്ച് പൂവുണ്ടാവുന്ന ടൈമിലൊക്കെ ഇട്ടാ. പിന്നെ പച്ചനെ തന്നെ കുറെ കായകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് നിലത്തേക്ക് വീഴും. എന്നാലും മരം നിറച്ച് തന്നെ കായ്ക്കണതാണിത്. പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല്. അപ്പൊ ആരോഗ്യ ഗുണങ്ങളുടെ ഒക്കെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ വീട്ടില് അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് കുറച്ച് വിളവെടുക്കാം. കണ്ട, തൊട്ടാൽ തന്നെ ഇങ്ങനെ വീഴും. കണ്ട, നിറച്ച് പുളികളാണ്. നമ്മിങ്ങനെ ഒരു വടി വെച്ച് തൊട്ടാൽ തന്നെ കണ്ട മുഴുവൻ നിലത്തേക്ക് വീണ് കിട്ടും. നമുക്കിതൊക്കെ ഒന്ന് പറക്കിയെടുക്കാം. ഇനി ഉണ്ടായിട്ട് കുറെ പറിക്കാനായിട്ട്. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. കണ്ട, ഇഷ്ടം പോലെ പുളിനി മരത്തുമൊക്കെ കിടക്കുന്നുണ്ട് പറിക്കാനായിട്ട്. അപ്പൊ നമുക്ക് യാതൊരു പരിചരണവും വേണ്ടാത്തൊരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്. യാതൊരു കീടങ്ങളുടെ ശല്യമില്ല. നമുക്ക് ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ്. നമുക്ക് അധിക സ്ഥലം വേണ്ട. നമുക്ക് ഇപ്പൊ ലെയർ ചെയ്ത തൈയൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ. ഇതിപ്പോ സ്ഥലമുള്ളവർക്ക് കണ്ട കുരുപാകി മുളപ്പിച്ച തൈയും വെച്ചു കൊടുക്കുക. ഇതേപോലെ പറമ്പിൽ നല്ല തണലുമാണ്. ഇഷ്ടംപോലെ പുളി കായ്ച്ചിട്ടുകയും ചെയ്യും.
കണ്ട നമുക്കിത് മുറിച്ച് കട്ട് കണ്ട സ്റ്റാറിന്റെ ആകൃതിയുള്ള ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയണത്. പിന്നെ ഇതിന്റെ കണ്ട സീഡ് കണ്ട, ഈ സീഡ് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈ പെട്ടെന്ന് തന്നെ മുളക്കണതാണ് സ്റ്റാർ ഫ്രൂട്ടിന്റെ സീഡ്. നമുക്ക് കുരുവാകി മുളപ്പിച്ചും നടാന്ന് പറഞ്ഞല്ല. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമാണ്, പുളി ഒട്ടും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞല്ലേ ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാന്ന്, ഒട്ടും തന്നെ പുളിയില്ല. അപ്പൊ നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്കിതിന്റെ പിഴിഞ്ഞ് ചാറെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആക്കിയും കഴിക്കാം, മിക്സിയിലിട്ട് അടിച്ചും കഴിക്കാം. നമുക്ക് പിഴിഞ്ഞാൽ ഇതിന്റെ ജ്യൂസ് കിട്ടും. ആ ജ്യൂസിൽ നമുക്ക് വെള്ളവും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഇതേപോലെ അരിയാം. എന്നിട്ട് കണ്ട നല്ല സ്റ്റാർ പോലെ ഇരിക്കണ്ട, അരിഞ്ഞിട്ടാൽ നല്ല ഭംഗിയാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. കണ്ട നമുക്ക് ഇതേപോലെ അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ കണ്ട ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട്, നിങ്ങൾ ഇതേപോലെ കഴിച്ചിട്ടുണ്ടാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. നമുക്കിത് കഴിച്ചു നോക്കാം. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു എരിവും ഉപ്പും ഈ മധുരമൊക്കെ കൂടെ കൂടുമ്പോ നല്ല ടേസ്റ്റാണ്. പൈനാപ്പിളൊക്കെ കഴിക്കൂല, അപ്പൊ അതേപോലെ തന്നെ അതിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചു കഴിയുമ്പോ. അപ്പൊ ഇത് നിങ്ങൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്. എന്നിട്ട് നമ്മുടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് കഴിച്ചിട്ടുള്ള ടേസ്റ്റ് ഒക്കെ. അപ്പൊ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാല് ഇനി അതാരും പാഴാക്കിയൊന്നും കളയരുത്. നമുക്ക് ഇതേപോലെ അരിഞ്ഞ് കഴിക്കാം, നമുക്ക് വെറുതെ കഴിക്കാം. അതേപോലെ നമുക്ക് ഇത് പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാല് ജ്യൂസ് കിട്ടും. നമുക്ക് ആ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് സ്കോഷ് ഉണ്ടാക്കി വെക്കാം. നമുക്ക് പിന്നീട് അധികം സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കോഷ് ആക്കി അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഇല്ലാത്ത സമയത്തും നമുക്ക് വീട്ടിൽ നല്ലൊരു ജ്യൂസ് ആക്കി നമുക്ക് കഴിക്കാം. യാതൊരു മായങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്കോഷാണല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫ്രൂട്ടാണ്. അപ്പൊ എല്ലാവരും സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം, നമുക്ക് അച്ചാറുണ്ടാക്കി സൂക്ഷിച്ചു നോക്കാം. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.